അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്തായ സൂറത്തുൻ നിസായിലെ 56 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 57 മുതലുള്ള ആയത്തുകൾ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا لهم فيها أزواج مطهرة وندخلهم ظلا ظليلا. والذين آمنوا, സത്യവിശ്വാസികൾ, വഅമിലു സ്വാലിഹാത്ത്, അതനുസരിച്ച് സൽക്കർമ്മം അനുഷ്ഠിച്ചവർ, സനുദ്ഖിലുഹും, അവരെ നാം പ്രവേശിപ്പിക്കും, ജന്നാത്തിൻ, സ്വർഗീയാരാമങ്ങളിൽ, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ആ ആരാമങ്ങളുടെ താഴ്വാരങ്ങളിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും, ഖാലിദീന ഫീഹ അബദ, അവർ ആ സ്വർഗീയാരാമങ്ങളിൽ എന്നെന്നും നിവസിക്കുന്നവരായിരിക്കും. ലഹും ഫീഹ അസ്വാജും മുതഹ്ഹറ, അവർക്കവിടെ പരിശുദ്ധരായ പരിശുദ്ധകളായ ഇണകൾ ഉണ്ടായിരിക്കും. വനുദ്ഖിലുഹും ളില്ലൻ ളലീല, നല്ല ഇടതൂർന്ന തണലിൽ അവരെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് 57-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. ഇത് നമ്മൾ നേരത്തെ ഇന്നല്ലദീന കഫറു എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധികളായ ആളുകൾക്ക് നരകത്തിൽ അവർക്ക് സൗഫ നുസ്ലീഹിം നാറൻ കുല്ലമാ നളിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, ഓരോ തൊലിയും ഇങ്ങനെ കരിഞ്ഞിങ്ങനെ ഉരുകിത്തീരുമ്പോൾ പുതിയ തൊലി ഉണ്ടാക്കി അവർക്ക് ശിക്ഷ പിന്നെയും 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 നൽകുമെന്ന് പറഞ്ഞ ആ നരകത്തിൻ്റെ അതിഭീകരമായ അവസ്ഥ ചിത്രീകരിച്ചതിന് ശേഷമാണ് എന്നാൽ സ്വർഗം എന്ത് മനോഹരമായിരിക്കും, സ്വർഗം എന്ത് മഹത്തരമായിരിക്കും, അത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് ലഭിക്കുന്ന സമ്മാനമാണ്. എന്നിട്ട് ആ സ്വർഗത്തിൻ്റെ, സ്വർഗം എന്ന് ജന്നത്ത് എന്നല്ല പറഞ്ഞ, ജന്നാത്ത് എന്നാ പറഞ്ഞു. സ്വർഗങ്ങളാണ്, തോട്ടങ്ങളാണ്. അവിടെ വിവിധ കാറ്റഗറിയിലനുസരിച്ച് ഓരോരുത്തർക്കും അവരവരുടെ കർമ്മത്തിനും മാർക്കിനും അനുസരിച്ച് സ്വർഗങ്ങൾ വീതിക്കപ്പെടും, സ്വർഗങ്ങൾ നൽകപ്പെടും. ഇതിലേറ്റവും നല്ല ഫുൾ A+ കിട്ടിയ ആളുകൾക്ക് കിട്ടുന്ന സ്വർഗത്തിന്റെ പേരറിയോ? അൽ ഫിർദൗസ്. അതായത് നല്ല മാർക്ക് കിട്ടിയ, ഹയസ്റ്റ് സ്കോർ കിട്ടിയ ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും, സ്വർഗത്തിലെ ഏറ്റവും VIP ക്ലാസ്സാണ് അൽ ഫിർദൗസ്. അതുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ഫസ്അലിൽ ഫിർദൗസ്, ഫിർദൗസ് തന്നെ ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗങ്ങളുടെ പ്രത്യേകത, തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ അബദ, അതിൽ അരുവികൾ ഒഴുകും.
വലിയ തോട്ടങ്ങൾ, ആ തോട്ടങ്ങൾക്കിടയിലൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകും. എന്ത് മനോഹരമായിരിക്കും ആ കാഴ്ച. ഭൂമിയിലുള്ള പച്ചപ്പ് നിറഞ്ഞ തോട്ടങ്ങളും ഇടയിൽ ചെറിയ ചെറിയ അരുവികളും ഒക്കെ ഉള്ളത് തന്നെ നമുക്ക് കാണാൻ എന്ത് ഭംഗിയായിരിക്കും. സ്വർഗം എന്ന് പറഞ്ഞാൽ മാലാ ഐനുൻ റഅത്, ഒരാളുടെ കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, അതായിരിക്കും സ്വർഗം. അപ്പം അവിടുത്തെ അരുവികൾ, അവിടുത്തെ തോട്ടങ്ങൾ, അവിടുത്തെ പഴങ്ങൾ, അവിടുത്തെ ഫലങ്ങൾ, ഇതൊക്കെ എന്ത് മനോഹരമായിരിക്കും. ഖാലിദീന ഫീഹ അബദ, അവരതിലെന്നും നിവസിക്കും. എന്നിട്ട് പിന്നെ പറഞ്ഞതാണ് ലഹും ഫീഹ അസ്വാജും മുതഹ്ഹറ, അവർക്ക് അവിടെ പരിശുദ്ധരായ ഇണകളുണ്ടായിരിക്കും. ഇത് ചില ആൾക്കാർ അർത്ഥം പറയുമ്പോൾ അവർക്കവിടെ പരിശുദ്ധകളായ ഭാര്യമാരുണ്ടായിരിക്കും എന്ന് പറയാറുണ്ട്. അങ്ങനെ അപ്പോൾ പിന്നെ ഭർത്താക്കന്മാർക്ക് അവിടെ വേറെ നല്ല സ്ത്രീകളെ കിട്ടും എന്ന മട്ടിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അർത്ഥം പറഞ്ഞു പോകുമ്പോൾ ലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ, അവർക്കവിടെ പരിശുദ്ധകളായ ഭാര്യമാരുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെയുള്ള ഭാര്യനെ അവിടെ വേണ്ടേ? നിന്നെ എവിടെ സഹിച്ചാൽ മതി, ഇനി അവിടെയും ഞാൻ നിന്നെ തന്നെ സഹിക്കണോ എന്നൊക്കെ തമാശയിൽ ചോദിക്കുന്ന ആ ചോദ്യത്തിനപ്പുറം ഇതിനൊരർത്ഥമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരാൾ മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് അല്ലേ? എന്താ? അല്ലാഹുമ്മ ഉഫ്ർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വസ്സിർ മുദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വനഖ്ഹിഹി മിനൽ ഖതായ കമാ യുനഖ സൗബുൽ അബിയദു മിനദ് ദനസ്. ഞാൻ തുടങ്ങുന്നു. അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. പടച്ചവനെ, ബാക്കിയുള്ളതൊക്കെ ഇപ്പം നമ്മൾ തൽക്കാലം വിടുക. പടച്ചവനെ, ഇയാൾക്ക് ഇഹലോകത്തുള്ള ഇണയേക്കാൾ നല്ല ഒരു ഇണയെ പരലോകത്ത് നീ കൊടുക്കണമേ. ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചത് അല്ലാഹ് തരുന്നപ്പോൾ ഈ പറയണത്. പിന്നെ നമ്മൾ ഇവിടത്തെ ഇണകൾക്ക് ഈ ഇണകൾ അവിടെ കിട്ടൂലേ എന്ന് ചോദിച്ച് പരിഹസിക്കേണ്ട, കളിയാക്കേണ്ട അർത്ഥം എന്താ? നമ്മൾ ആൾറെഡി പ്രാർത്ഥിക്കുകയാണ് മരിച്ച ആൾക്ക് വേണ്ടിയിട്ട്. ഇയാൾക്ക് ഇഹലോകത്തുള്ള ഇണകളെക്കാൾ നല്ല ഇണയെ, ഇഹലോകത്തുള്ള ഭാര്യയേക്കാൾ നല്ല ഭാര്യയെ അവിടെ കൊടുക്കണമേ. ഇഹലോകത്തുള്ള നല്ല ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവിനെ അവിടെ കൊടുക്കണമേ. ഇത് ഭാര്യമാർക്ക് മാത്രം ബാധകമായ കാര്യമല്ല കേട്ടോ. ഭാര്യയ്ക്ക് നല്ല ഭർത്താവിന് അവിടെയും നല്ല ഭർത്താവിന് നല്ല ഭാര്യയെ എവിടെയും കൊടുക്കണേന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആര് മരിച്ചാലും, ആണ് മരിച്ചാലും പെണ്ണ് മരിച്ചാലും ഈ പ്രാർത്ഥന തന്നെ. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇവിടെയുള്ള ഭാര്യമാരൊക്കെ ഒഴിവാക്കിയിട്ട് നാളെ അവിടെ പുതിയ ഒരു കല്യാണം അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തും, പുതിയ ഇണകളെ തരും എന്നാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്നാൽ പരിശുദ്ധ ഖുർആനിലെ തന്നെ മറ്റായത്തുകൾ വെച്ച് നോക്കിയാൽ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവര് സ്വർഗത്തിൽ പ്രവേശിക്കും, അവരുടെ കുടുംബങ്ങളും അവരുടെ മക്കളും മക്കളുടെ മക്കളും സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടുക എന്നതാണ് പ്രധാനം. അപ്പൊ പിന്നെ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ, അവർക്കവിടെ പരിശുദ്ധരായ പവിത്രരായ ഇണകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഇണകളെ തന്നെ എല്ലാ കുറവും തീർത്ത് അവിടെ ലഭിക്കും. പോരെ? എന്തിനാണിപ്പോ നിങ്ങൾക്ക് പുതിയ ഇണ വേണ്ടത്? എന്തിനാണ്? എൻ്റെ ഭർത്താവ് എന്നെ മര്യാദയ്ക്ക് നോക്കുന്നില്ല, എൻ്റെ ഭർത്താവ് എന്നെ മര്യാദയ്ക്ക് പരിഗണിക്കുന്നില്ല, ഇയാളെ തന്നെ എനിക്ക് സ്വർഗത്തിലും കിട്ടുകയാണെങ്കിൽ ഇപ്പൊ സ്വർഗത്തിന്റെ കഥ എന്തായിരിക്കും എന്ന് വിഷമിക്കുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് ഈ ഭർത്താവിനിൽ എന്തോ ഒരു കുറവ് കാണുന്നുണ്ടല്ലോ. ആ കുറവ് ഉണ്ടാവില്ല. ഈ ഭർത്താവിന് സൗന്ദര്യം പോരാ,
നല്ല സുന്ദരനായ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയെങ്കിൽ എന്നാണ് ആലോചിക്കുന്നതെങ്കിലോ ആ സൗന്ദര്യത്തിൻ്റെ കുറവൊക്കെ അള്ളാഹുവിടെ പരിഹരിച്ചെന്നാൽ തീർന്നില്ലേ? പുരുഷൻ ആലോചിക്കാൻ എൻ്റെ ഭാര്യ ഒരു കാര്യവും പറഞ്ഞാൽ കേൾക്കില്ല, അനുസരണക്കേടിൻ്റെ അങ്ങേ തലയാണ് അവൾ, തറുതലല്ലാതെ പറയില്ല. ഈ ഭാര്യനെ തന്നെയാണ് അപ്പോൾ എനിക്ക് നാളെ സ്വർഗത്തിലും കിട്ടേണ്ടത്. അപ്പം എന്തോ ഒരു കുറവ് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കുറവുണ്ടല്ലോ, ഈ കുറവില്ലാത്ത നല്ല ഇണയെ നിങ്ങൾക്ക് നാളെ തരും. അപ്പം ഈ ഇണയെ തന്നെ കുറവൊക്കെ മാറ്റി തന്നാൽ എന്താ കുഴപ്പം? പോരെ? അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം അബ്ദുൽഹു സൗജൻ ഖൈറം മിൻ സൗജിഹി എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവിനെ അവിടെ കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഭർത്താവ് അല്ലാത്തൊരു വേറെ ഭർത്താവാകണം എന്നതിനർത്ഥമല്ല. ഇപ്പോഴുള്ള ഭർത്താവിന് തന്നെ നല്ല രൂപത്തിൽ, നല്ല മുഞ്ചിൽ, നല്ല സ്വഭാവത്തിൽ അവിടെ കൊടുക്കണേ. ഇപ്പോഴുള്ള ഭാര്യനെ തന്നെ നല്ല രൂപത്തിൽ, നല്ല സ്വഭാവത്തിൽ, നല്ല മുഞ്ചിൽ അവിടെ കൊടുക്കണേ എന്നാണ് അർത്ഥം. പക്ഷെ ഭാര്യ സ്വർഗത്ത് കടന്നിട്ടില്ലെങ്കിലോ? ഇപ്പം നിങ്ങൾക്ക് വേറെ ഭാര്യനെ അള്ളാഹു തരും. ഭർത്താവ് സ്വർഗത്തിൽ കടന്നിട്ടില്ലെങ്കിലോ? ഇപ്പോൾ വേറെ ഭർത്താവിനെ അള്ളാഹു തരും. അപ്പോൾ ഇതിനർത്ഥം ഭൂമിയിലുള്ള ഇണകളെയൊക്കെ നാളെ അള്ളാഹു പരലോകത്ത് വെച്ച് തല്ലിപ്പിരിക്കും എന്നല്ല. അപ്പൊ ഇവിടെ ലഹും ഫീഹ അസ്വാജുൻ മുതഹ്ഹറ, പരിശുദ്ധകളായ ഇണകൾ അവർക്കുണ്ടാകുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു തമാശ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വയസ്സായ സ്ത്രീയോട് നിങ്ങൾ സ്വർഗത്ത് കിടക്കൂല എന്ന് പറഞ്ഞു. നിങ്ങൾ സ്വർഗത്ത് കിടക്കൂല. ഈ സ്ത്രീയാണെങ്കിൽ അങ്ങ് കരയാൻ തുടങ്ങി, വിഷമിച്ചു, പ്രയാസപ്പെട്ടു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വയസ്സായ സ്ത്രീകൾ സ്വർഗത്ത് കിടക്കൂല. അപ്പോൾ സ്വർഗത്ത് കിടക്കൂല, അപ്പം എന്നെ പോലുള്ള സ്ത്രീകളൊന്നും സ്വർഗത്ത് കിടക്കൂലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, വയസ്സായ സ്ത്രീകൾ സ്വർഗത്ത് കിടക്കൂല എന്ന് പറഞ്ഞാൽ വയസ്സായ സ്ത്രീകൾ വയസ്സായിക്കൊണ്ട് സ്വർഗത്ത് കിടക്കൂല എന്നാണ്. ചെറുപ്പക്കാരികളായി എന്നെന്നും മധുര 17 ആഗ്രഹം. നല്ല തരുണീമണികളായി, യുവതികളായി അള്ളാഹു നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇപ്പൊ ശരീരത്തിന് വന്ന കുഴപ്പങ്ങൾ, സ്വഭാവത്തിന് വന്ന കുഴപ്പങ്ങൾ, ഇതൊക്കെ അള്ളാഹു പരിഹരിച്ചിട്ട് നല്ല സുന്ദരികളും സുന്ദരന്മാരുമാക്കി അള്ളാഹു നിങ്ങളെ നാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. പോരെ? ലഹും ഫീഹാ അസ്വാജുൻ മുതഹ്ഹറ, അവർക്കവിടെ നാളെ നല്ല പരിശുദ്ധകളായ ഇണകൾ ഉണ്ടാകും. വനുദ്ഖിലുഹും ളില്ലൽ ളലീല, നാളെ അവരെ നല്ല തണലിൽ അള്ളാഹു അവിടെ പ്രവേശിപ്പിക്കും. നുദ്ഖിലുഹും ളില്ലൻ, ളില്ല് എന്ന് പറഞ്ഞാൽ തണൽ, ളലീല എന്ന് പറഞ്ഞാൽ നല്ല തണലുള്ള തണൽ, നല്ല പച്ചപ്പുള്ള തണൽ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കും. കഴിഞ്ഞ ആഴ്ച ഏതൊരായത്ത് വിട്ടുപോയിന്നു, എന്തോന്ന് പറഞ്ഞു? 52 52 ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹു വമൻ യൽഅനില്ലാഹു ഫലൻ തജിദ ലഹു നസീറാ. ഇത് ജൂതന്മാരെ കുറിച്ച്, അവർ കാണിച്ചു വെച്ച വികൃതികളെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തെ ആ കാര്യം പറഞ്ഞതിന് ശേഷം പറയാണ് ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. അള്ളാഹ് ശപിച്ച കൂട്ടരാണത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അവർ പല കുതന്ത്രങ്ങളും പ്രയോഗിച്ചവരാണവർ. അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറയണം വമൻ യൽഅനില്ലാഹു, അള്ളാഹു ആരെയെങ്കിലും ശപിച്ചാൽ, മനുഷ്യരുടെ ശാപം തന്നെ നമുക്ക് സഹിക്കാൻ കഴിയോ? നിങ്ങളെ മുഖത്ത് നോക്കി ഒരാൾ പറയാണ് നിങ്ങൾ നശിച്ചു പോട്ടെ എന്ന്. എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ പറയാണ് നീയൊക്കെ തൊലഞ്ഞു പോട്ടെ എന്നങ്ങ് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വിഷമിച്ചു പോകും. അങ്ങനെ ഒരാൾ പറയാൻ ഇടവരാതിരിക്കട്ടെ എന്നാണല്ലോ നമ്മുടെയൊക്കെ പ്രാർത്ഥന. ഒരാൾ നമ്മളോട് നശിക്കട്ടെ എന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ, മനുഷ്യൻ തന്നെ ശപിച്ചാൽ നമുക്കത് സഹിക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹ് ശപിച്ചാലോ? അള്ളാഹു അവരത്തരക്കാരായ ആളുകൾ നഷ്ടത്തിലാണ്, കഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ
അവർ നഷ്ടത്തിലാണ്, കഷ്ടത്തിലാണ്, ഒരു സംശയവുമില്ല. പിന്നെ അവൻ രക്ഷിക്കാൻ ആരെയും നിനക്ക് കാണുകയില്ല എന്നാണ് ആയത്തിന്റെ അർത്ഥം. അത് അർത്ഥം പറയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. ഇനി അടുത്ത ആയത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ്. എല്ലായത്തും പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷെ ഈ ആയത്ത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മളെപ്പോഴും പരിഗണിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ഈ ആയത്തിൽ പറയുന്നുണ്ട്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅ്ലുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. ഇപ്പോൾ നാട്ടിൽ വലിയൊരു വിവാദം നടക്കുന്നുണ്ട്. എന്താണത്? മതം വേറെ, രാഷ്ട്രീയം വേറെ. മതത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നവർ മതരാഷ്ട്രവാദികളാണ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നമ്മൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയും, ഇസ്ലാം ദീൻ നിങ്ങൾ വിചാരിച്ച പോലുള്ളൊരു മതമല്ല. ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ഇസ്ലാം ദീനാണ്. അത് നിങ്ങളുടെ മതം പോലെയുള്ള, നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കേവല മതമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്ന് രാഷ്ട്രീയത്തെ മാറ്റി നിർത്താൻ കഴിയില്ല. ഭരണം, രാഷ്ട്രം, രാഷ്ട്രീയം ഇതൊക്കെ കൂടിച്ചേർന്നതാണ് ഇസ്ലാം. പിന്നെ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുമാണ് ഈ ആയത്ത്. ഇന്നല്ലാഹ യഅ്മുറുകും, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇതൊരു കൽപ്പനയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കാം എന്ന് പറയുന്ന ഒരു വാളല്ല, ഒരു ഉപദേശമല്ല. ഇന്നല്ലാഹ യഅ്മുറുകും, അമ്രാണത്. അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അൻ തുഅദ്ദുൽ അമാനാത്ത്, നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഇലാ അഹ്ലിഹാ, അതിനർഹരായ ആളുകൾക്ക്. വഇദാ ഹകംതും ബൈനൻ നാസി, അങ്ങനെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെട്ടവർ ജനങ്ങൾക്കിടയിൽ ഭരണം നടത്തുമ്പോൾ, അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നിങ്ങൾ നീതിപൂർവം ഭരണം നടത്തണം. ഇന്നല്ലാഹ നിഅമ്മാ യഅ്ലുകും ബിഹി, അല്ലാഹു എത്ര നല്ല ഉപദേശങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. ഇപ്പൊ ഈ ആയത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ അർത്ഥം കേട്ടപ്പോൾ തന്നെ ഈ ആയത്തിൽ പറയുന്ന കാര്യങ്ങളുടെ ഗൗരവവും വിഷയവും പ്രാധാന്യവും മനസ്സിലായിട്ടുണ്ട്. അമാനത്തിനെ കുറിച്ചാണ് ആദ്യം ഇവിടെ അള്ളാഹു പറയുന്നത്. അമാനത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരർത്ഥത്തിൽ മലയാളീകരിക്കപ്പെട്ട ഒരു പദമാണ് അമാനത്ത്, അല്ലേ? ഇതൊരു അമാനത്തായിട്ട് സൂക്ഷിക്കണം നീ എന്ന് നമ്മളോട് പലരും പറയാറുണ്ട്, നമ്മളും പറയാറുണ്ട്. അമാനത്ത് എന്ന് പറയുന്നത് വേണമെങ്കിൽ വിശദീകരണമില്ലാത്ത വിധം നമുക്കറിയുന്ന ഒരു വാക്കാണ് അമാനത്ത്. അതിൽ നിന്നുണ്ടായതാണ്. ഇപ്പൊ അമീന എന്ന് പറഞ്ഞ വാക്കിൽ നിന്നുണ്ടായതാണ് ഇതൊക്കെ. അമീന എന്ന് പറഞ്ഞാൽ നിർഭയനായി, സുരക്ഷിതനായി, വിശ്വസിച്ചു എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു വാക്കാണ് ഈ അമീന. അതിൽ നിന്നുണ്ടായതാണ് അമാനത്ത്, ഈമാന്, മുഅ്മിന്, അമീന്, ഇതൊക്കെ ഇന്നുണ്ടായതാണ്. ഇപ്പൊ നമ്മൾ ഈമാൻ എന്ന് പറയുമ്പോൾ എന്താണ്? വിശ്വാസം, വിശ്വസ്തത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികളെ നാട്ടുകാർ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്. അതെന്താ? അൽ അമീൻ, ട്രസ്റ്റ് വർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസ്തനായിരുന്നു. ഒരു ചില്ലിക്കാശ് പോലും ആരെയും പറ്റിക്കില്ല. ഒരിക്കൽ പോലും തമാശയിൽ പോലും നുണ പറയില്ല. ആരുടെയും സമ്പത്ത് അന്യായമായി കവർന്നെടുക്കില്ല. റസൂലിന്റെ ഗുണമായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും അൽ അമീൻ എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്നത്. വിശ്വസ്തൻ,
ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ അമാനത്താണ്, ട്രസ്റ്റാണ്. നമ്മൾ വിശ്വസിച്ച ഒരാളെ കുറച്ച് പൈസ ഏൽപ്പിച്ചു, അയാൾ അതുകൊണ്ട് മുങ്ങി. കച്ചവടത്തിൽ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഷെയർ ചേരുമ്പോൾ ഇങ്ങനെയായിരിക്കും കച്ചവടം, അങ്ങനെയായിരിക്കും കച്ചവടം എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ 5 ലക്ഷം രൂപ ഞാൻ എന്നെ എവിടുന്നൊക്കെയോ ഇവർക്കെടുത്ത് കൊടുത്തു. അയാളെ പൈസയും കൊണ്ടുപോയി പറ്റിച്ചു. ഇതൊക്കെ ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർ മുഖം ഓർമ്മ വരുന്നുണ്ടാവും, അന്നിപ്പോൾ ഇവിടെ പറയണ്ട. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ചതിച്ചവരുണ്ടാകും, നമ്മളെ പറ്റിച്ചവരുണ്ടാകും. നമ്മളാരെയും പറ്റിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക, നമ്മളാരെയും ചതിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. എൻ്റെ കാരണം കൊണ്ട് ഞാൻ ഒരാളുടെ കാശും അന്യായമായി ഭുജിക്കും, ഒരു ഫിൽസും ഞാൻ ഭുജിക്കില്ല വേറൊരാളുടെ. നമ്മൾ ഉറപ്പുവരുത്തുക. പറ്റിച്ച ആളുകളൊക്കെ അവരും അള്ളാഹുവും തീർക്കട്ടെ. പക്ഷെ നമ്മൾ ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ട്രസ്റ്റ്. വിശ്വസിക്കാവുന്നവർ കുറവാണ്, പറ്റിക്കുന്നവർ ചതിക്കുന്നവർ ധാരാളമാണ്. പല കാരണങ്ങളാൽ വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വസിച്ച കാര്യങ്ങൾ തിരിച്ചേൽപ്പിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഹദീസിൽ കാണാം, ഒരു വിശ്വസ്തതയുടെ ഒരു ഉദാഹരണം റസൂൽ പറഞ്ഞതാണ്. ഒരാള് കുറെ ആളുകളെ ജോലിക്ക് നിർത്തി, ജോലി കഴിഞ്ഞ് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഇതിന് കൂലി കൊടുക്കാൻ നോക്കുമ്പോൾ ഒരാള് കൂലി വാങ്ങാതെ പോയി. ബാക്കി ആൾക്കാരൊക്കെ വന്ന് കൂലി വാങ്ങി, ഒരാൾ കൂലി വാങ്ങാതെ പോയി. ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൂലി അവിടെ എടുത്തുവെച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ആടിനെ വാങ്ങി, കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ പോയി. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ വന്നിട്ട് ഈ മുതലാളിയോട് പറഞ്ഞു, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പറമ്പിൽ ജോലിക്കാരനായിട്ടുണ്ടായിരുന്നു, അന്ന് ഞാൻ കൂലി വാങ്ങാതെയാണ് പോയത്, അന്നത്തെ ആ കൂലി 100 റുപ്യ എനിക്ക് നിങ്ങൾ തരണം. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു, അതാ ആ കാണുന്ന ആടുകളില്ലേ അത് നിങ്ങളുടേതാണ്, ആ കാണുന്ന കൃഷിയിടമില്ലേ നിങ്ങളുടേതാണ്. ഇയാൾ വിചാരിച്ചു ഇയാൾ കളിയാക്കുകയാണെന്ന്. നിങ്ങൾ എന്നെ കളിയാക്കരുത്, എനിക്ക് ഗതികേട് കൊണ്ട് വന്നതാണ്, പരിഹസിക്കരുത്, ഞാൻ അന്ന് കൂലി വാങ്ങി, എനിക്ക് ആ കൂലി തരണം. അപ്പൊ ഈ മനുഷ്യൻ പറയാണ്, നിങ്ങൾ അന്ന് തന്ന നിങ്ങളുടെ 100 രൂപ കൊണ്ട് വാങ്ങിയതാണത്. ആ ആടുകൾ പെറ്റു പെരുകി 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 അതിന്റെ പാലുപയോഗിച്ചു, അതിന്റെ തോലുപയോഗിച്ച് പിന്നെ വാങ്ങിയതാണ് ആ പറമ്പ്, ആ പറമ്പിലുള്ള കൃഷി, ഇതൊക്കെ നിങ്ങളുടേതാണ്. വിശ്വസ്തതയുടെ ആഴം നോക്കുക. മനുഷ്യൻ അന്തം വിട്ടുപോയി. അങ്ങനെ മനുഷ്യന്മാരുണ്ട്, വിശ്വസ്തരായ ആളുകളുണ്ട്, ആളുകളെ പറ്റിക്കാത്ത ആളുകളുണ്ട്. മനുഷ്യന് ഒന്ന് വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ ആ ഏൽപ്പിച്ച സംഗതി അതുപോലെ തിരിച്ചേൽപ്പിക്കുക എന്നത് ഇതിൻ്റെ ഒരു അർത്ഥമാണ്. അന്തു അദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ. നിങ്ങളെ ഒരാൾ ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് അതിൻ്റെ അഹ്ലുകാർക്ക്, അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് തിരിച്ചു കൊടുക്കുക എന്നത് അള്ളാഹു ഇന്നല്ലാഹുക്കും, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇത് ക്ലിയറായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം, ഇദാ ളുയ്യഅത്തിൽ അമാനതു ഫന്തളിരിസ്സാഅ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിശ്വസ്തത പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഖിയാമത്ത് നാൾ അടുത്തു എന്ന് വിചാരിച്ചോളി, മനസ്സിലാക്കിക്കോളി. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, കൈഫ ഇളാഅതുഹാ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഈ വിശ്വസ്തത പോവുക? റസൂലേ, നിങ്ങൾ പറഞ്ഞല്ലോ, താങ്കൾ ഞങ്ങളോട് പറഞ്ഞല്ലോ, വിശ്വസ്തത പോയാൽ, അമാനത്ത് പോയാൽ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയാം? യാ റസൂൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരിസ്സാഅ. ആയോ അല്ലേ എളുപ്പം ആലോചിക്കുക. ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, അധികാരം അനർഹരായ ആളുകളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടാൽ മനസ്സിലാക്കിക്കോ, ഫന്തളിരിസ്സാഅ,
ഖിയാമത്ത് നാൾ അടുത്തു. അനർഹരായ ആളുകളുടെ കയ്യിലാണ് അധികാരമെങ്കിൽ അതിനർത്ഥം ഖിയാമത്ത് നാൾ അടുത്തു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ ഇതെന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്? അധികാരത്തെക്കുറിച്ചാണ്, ഭരണത്തെക്കുറിച്ചാണ്, രാഷ്ട്രീയമാണ് റസൂൽ പറയുന്നത്. നിങ്ങൾ ഏതോ തല്ലിപ്പൊളി ആളെ വോട്ട് ചെയ്തു, ഏതോ പറ്റാത്ത ഒരാൾക്ക് നിങ്ങൾ വോട്ട് ചെയ്തു, അക്രമിയും സ്വഭാവപരമായി മോശമുള്ളവനായ ഒരാൾക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തത്. ഇതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹ് പറഞ്ഞ കൽപ്പന നിങ്ങൾ പരിഗണിച്ചിട്ടില്ല. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. വോട്ട് ചെയ്യുമ്പോൾ, ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ അർഹനായ ആളാണോ, നല്ലവനാണോ, പകയില്ലാത്തവനാണോ, എല്ലാ ജനങ്ങളോടും നീതിപൂർവം പെരുമാറുന്നവനാണോ എന്നൊക്കെ പരിശോധിക്കണം. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. അതിന് അർഹതപ്പെട്ട ആളുകൾക്കാണ് ഏൽപ്പിക്കേണ്ടത്. ഒരു കാലം വരും, ഒരു സമയം വരും, അന്ന് അനർഹരായ ആളുകൾ അധികാരത്തിലെത്തും. അതിന്റെ അർത്ഥം ഫന്തളിരി സാഅ, ലോകം നശിക്കാനായിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കുക. ഇതാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യത്തെ നമുക്ക് ഇതിനോട് ചേർത്ത് വെക്കാൻ കഴിയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ യഥാർത്ഥ ആളുകൾക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി പറയുന്നത് ഭരണാധികാരികളോടാണ്. ഓക്കെ, നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ 100 ആളുണ്ട്, 60 ആൾ ഒരാൾക്ക് വോട്ട് ചെയ്തു, 40 ആൾ വേറൊരാൾക്കും വോട്ട് ചെയ്തു, 2 ആളാണുള്ളത് വെച്ചോ. ഇതിലാരെ തെരഞ്ഞെടുക്കപ്പെടുക? 60 ആൾ വോട്ട് ചെയ്ത ആളാണ് തെരഞ്ഞെടുക്കപ്പെടുക. ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ 60 ആളുടെ കാര്യത്തിൽ ഇയാളാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ, ജനാധിപത്യ വ്യവസ്ഥയിലും ഇസ്ലാമിലും അങ്ങനെ തന്നെ ജനങ്ങളുടെ അഭിപ്രായമൊക്കെ ചോദിക്കാൻ ഭൂരിപക്ഷം ആരെയാണോ നിർദ്ദേശിച്ചത് അത് പരിഗണിക്കും. ഇസ്ലാം അതിനെതിരൊന്നല്ല. ഒരാളെ തെരഞ്ഞെടുത്തു, അപ്പൊ ഇയാൾ പിന്നെ ഭരിക്കേണ്ടത് ഈ 60 ആൾക്ക് വേണ്ടിയിട്ടല്ല, പിന്നെയോ 100 ആൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ യാതൊരു സൗകര്യം ചെയ്യില്ല എന്ന് ഇയാൾ പറയാൻ പാടില്ല. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭരണം നടത്തുമ്പോൾ, നിങ്ങൾ ഭരണം നടത്തുമ്പോൾ ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ അൻ തഹ്കുമു ബിൽ അദൽ, നിങ്ങൾ നീതിപൂർവം ഭരണം നടത്തണം. മുസ്ലിങ്ങളാണ്, അവർക്ക് ഒരു സൗകര്യവും കൊടുക്കില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ മൈക്ക് കെട്ടി വിളിച്ചു പറയാണ്, മുസ്ലിങ്ങൾക്ക് ഒരു ആനുകൂല്യം കൊടുക്കില്ല, മുസ്ലിങ്ങൾക്ക് ഒരു സൗകര്യം കൊടുക്കില്ല, മുസ്ലിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കില്ല. മാത്രമല്ല അവരുടെ വീട് ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തും, അവരുടെ പള്ളികൾ നിങ്ങൾ നശിപ്പിക്കും. കാരണം എന്താണ്? അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. ഭരണാധികാരികളായ ആളുകളോട് അള്ളാന്റെ നിർദ്ദേശമാണ്, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭരണം നടത്തുമ്പോൾ അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നീതിപൂർവമായിരിക്കണം നിങ്ങൾ. അവിടെ ജാതി, മതം, ഭാഷ, ദേശം, വർണ്ണം, വർഗം ഇതൊന്നും പരിഗണിക്കാൻ പാടില്ല. നിഷ്കൃഷ്ടമായ നീതി. അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭരണം നടത്തുമ്പോൾ നീതിപൂർവകമായിരിക്കണം ഭരണം. ഇപ്പൊ പിന്നെ നിങ്ങൾ ആലോചിച്ചു ഈ ആയത്തിന്റെ സൗന്ദര്യം. 2 കാര്യം അള്ളാഹു പറഞ്ഞു. ഒന്ന്, ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന ആളുകളോടുള്ള നിർദ്ദേശം. നിങ്ങൾ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുമ്പോൾ അർഹരായ ആളുകളെയാണ് കേട്ടോ തെരഞ്ഞെടുക്കേണ്ടത്. തല്ലിപ്പൊളി ആളുകളെ, പറ്റാത്ത ആളുകളെ തെരഞ്ഞെടുക്കരുത്. അവരെ നിങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കരുത്. നിങ്ങളുടെ ഒരു ചെറിയ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ആണെങ്കിലും തിരക്കിടില്ല, നിങ്ങളുടെ ഒരു യൂണിറ്റിന്റെ പ്രസിഡന്റ് ആണെങ്കിലും തിരക്കിടില്ല, നിങ്ങളുടെ ജില്ലയുടെ നേതാവാണെങ്കിലും തിരക്കിടില്ല, സംസ്ഥാനത്തിന്റെ നേതാവാണെങ്കിലും തിരക്കില്ല, രാജ്യത്തിന്റെ നേതാവാണെങ്കിലും തിരക്കില്ല. തെരഞ്ഞെടുക്കുമ്പോൾ അമാനാത്തി ഇലാ അഹ്ലിഹാ, നിങ്ങൾ അർഹരായ ആളുകളെ മാത്രമേ തെരഞ്ഞെടുക്കാവൂ. നിങ്ങളുടെ ഉത്തരവാദിത്തം അതാ, ശ്രദ്ധിക്കണം. അപ്പൊ അത് വോട്ടർമാരോടുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന ആൾക്കാരോടുള്ള നിർദ്ദേശം.
രണ്ടാമത്തെ സംഗതി, അങ്ങനെ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടാൽ, നിങ്ങൾ അധികാരത്തിലെത്തിയാൽ, നിങ്ങൾ ഭരണമേൽപ്പിക്കപ്പെട്ടാൽ, വഇദാ ഹക്കംതും ബൈനന്നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നിങ്ങൾ ഭരണം നിർവഹിക്കേണ്ടത് നിഷ്കൃഷ്ടമായ നീതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അവിടെ നിങ്ങൾ ഡിസ്ക്രിമിനേഷൻ പാടില്ല. അവരൊക്കെ, ഇവര് ഓക്കെ അല്ല, അവര് തിരക്കടില്ല, ഇവര് കൊള്ളാം, മറ്റവരെ ഞങ്ങൾ കൊല്ലും. ഇങ്ങനെയുള്ള രീതികൾ നിങ്ങൾ ഭരണാധികാരികൾ പുലർത്താൻ പാടില്ല. നീതിയായിരിക്കണം നിങ്ങളുടെ നിലപാട്. രാഷ്ട്രീയമാണ് ഈ പറയുന്നത്. ഇന്നല്ലാഹ നിഅമ്മാ യഅ്ലുകും ബി, എത്ര നല്ല ഉപദേശമാണ് അള്ളാഹു നിങ്ങൾക്ക് തരുന്നത്. അള്ളാഹ് നിസ്കരിക്കാനുള്ള ഉപദേശം മാത്രമല്ല തരിക. ചില ആളുകൾ വിവരക്കേട് കൊണ്ട് പറയുന്നതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ആരാധനാ കാര്യങ്ങൾ, മതപരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയാനുള്ളതാണ്. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം ചെയ്യട്ടെ, അതിന് ഇസ്ലാമിന് റോളൊന്നുമില്ല എന്ന് പറയുന്ന ആൾ ഈ ആയത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അള്ളാഹ് പറയാണ് ഇന്നല്ലാഹ നിഅമ്മാ യഅ്ലുകും ബി, അള്ളാഹു എന്ത് നല്ല ഉപദേശങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇതിനെ കുറിച്ചുള്ള ഉപദേശമാണ്, തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ഭരണത്തെക്കുറിച്ച്, തികച്ചും രാഷ്ട്രീയം. പക്ഷെ ഇതിനെ നിങ്ങൾ മതരാഷ്ട്രം എന്ന് പറഞ്ഞ് പട്ടിയാണ്, പിന്നെ പേപ്പട്ടിയാണെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലാന്നിട്ട് കാര്യം. ഇസ്ലാം നിങ്ങൾ വിചാരിച്ച മതമല്ല. ഇസ്ലാമിൽ എങ്ങനെ? ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനാണ്. അമാനത്തുകൾ 3 തരണ്ട്. അമാനത്തിനെ കുറിച്ചാണല്ലോ അല്ലാഹ് ആദ്യം പറഞ്ഞത്. അൻതു അദ്ദുൽ, ഇന്നല്ലാഹ യൗമുറുക്കും അൻതു അദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ. ഒന്ന് അല്ലാഹുവിനോടുള്ള അമാനത്ത്, 2 നമ്മുടെ സ്വന്തത്തോടുള്ള അമാനത്ത്. നമ്മൾ എന്താ പറയാ, നമുക്ക് നമ്മളോട് ചില അമാനത്തുകളുണ്ട്. മനസാക്ഷി എന്നും പറയും, ചിലപ്പോൾ മനസാക്ഷി കുത്ത് എന്നും പറയും. നമ്മളെ മനസ്സിനോട് ചോദിച്ചാൽ ചെയ്യുന്നത് ശരിയാണോ? അല്ല. അപ്പൊ നമുക്ക് നമ്മളോട് ചില അമാനത്തുണ്ട്. പിന്നെ നമ്മുടെ കുടുംബത്തോട്, സമൂഹത്തോട്, പ്രകൃതിയോട്, ഇതൊക്കെ അമാനത്ത്. ഇതൊക്കെ നമ്മൾ നിർവഹിക്കണം. അള്ളാഹിനോടുള്ള അമാനത്ത് നിർവഹിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ അമാനത്തിനെ കുറിച്ച് പറഞ്ഞ ഒരായത്ത് ഈ സൂറത്തുൻ നിസായിലെ 58-ാമത്തെ ആയത്താണ്. വേറൊരായത്ത് ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദ് വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന സലൂമൻ ജഹൂലാ. മനുഷ്യന്റെ ഒരു പൊട്ടത്തരത്തെ അള്ളാഹു എടുത്തു കാണിക്കുന്നുണ്ട്. അള്ളാഹു പറയാണ് അമാനത്ത്, ഉത്തരവാദിത്തം. ഞാന് ആകാശങ്ങളോട്, ഭൂമിയോട് ചോദിച്ചു, പർവ്വതങ്ങളോട് ചോദിച്ചു, സകല ചരാചരങ്ങളോടും ചോദിച്ചു. ആർ യു റെഡി? ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഫഅബൈന അൻ യഹ്മിൽനഹാ, അവർ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് ആ ഭാരം വഹിക്കാൻ കഴിയില്ല. ഫഅശ്ഫഖ്ന മിൻഹാ, അവരത് പേടിച്ചു. എന്തുകൊണ്ടാണ് അവർ ഏറ്റെടുക്കാൻ പറ്റാതിരുന്നത്? അവർക്ക് അതിൻ്റെ ഭാരം താങ്ങാൻ കഴിയാത്ത വിധം ഞങ്ങൾ ഈ ഉത്തരവാദിത്തത്തിൽ അപകടത്തിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ചിട്ട് അവർ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. അള്ളാഹ് പറയാണ് വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ ഓക്കെ ഞാൻ ഏറ്റെടുത്തോളാം, ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. ഇന്നഹു കാന സലൂമൻ ജഹൂല, അവൻ അക്രമിയും അവിവേകിയുമാണ്. ജഹൂൽ, സലൂം, 2 കാര്യം പറഞ്ഞു. മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു? മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ അള്ളാഹ് ആദരിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവൻ സലൂമുമാണ്, ജഹൂലുമാണ്. മറ്റെന്തൊരു സൗകര്യം. ഇപ്പം നമ്മളത് ആലോചിച്ച് നോക്കുക. എൻ്റെ മുമ്പിലിരിക്കുന്ന പുരുഷന്മാരാണ്. പുരുഷന്മാർക്ക് ചിലപ്പോൾ തോന്നുന്നു ഈ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, ഭാര്യ നോക്കണം, കുട്ടികളെ നോക്കണം, ഇപ്പം ജോലിക്ക് പോകണം, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തം. ഇതൊന്നുമില്ലാതെ വെറുതെ വീട്ടിലിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മാസം 30-ാം തീയതി ആകുമ്പോഴേക്ക് അക്കൗണ്ടിൽ ഇങ്ങനെ പൈസ വരിക, വെറുതെ ഇരിക്കുക. എനിക്കങ്ങനെ ആരെങ്കിലും ഒരു ഓഫർ വരികയാണെങ്കിൽ ഞാൻ ഓക്കെ എന്ന് വേഗം പറയും. കാരണം ഒരു ഉത്തരവാദിത്വമല്ലല്ലോ, നമുക്കൊരു പണിയില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു
അള്ളാഹ് മലക്കുകളോട് ചോദിച്ചു, അള്ളാഹ് ആകാശഭൂമികളോട് ചോദിച്ചു, മലകളോട് ചോദിച്ചു, നിങ്ങൾക്ക് നല്ല തണ്ടും തടിയുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഓ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ഇപ്പോൾ ഉള്ളത് തന്നെ മതി എന്ന് അവർ പറഞ്ഞു. അവരത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. അള്ളാഹ് പറയാണ് അഷ്ഫഖ്ന മിൻഹ, പേടിച്ചു. പക്ഷെ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഉണ്ട്. മറ്റേ സാധാരണ പറയാറുണ്ടല്ലോ, ഈ പാണ്ടിലോറിൻ്റെ മുമ്പിൽ തവള വന്നിട്ട് നിൽക്കുന്നത് പോലെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ വന്നു. ഓൻ അന്തല്ല എന്നാണല്ലോ പറഞ്ഞത്. ഇന്നഹു കാന വലൂമൻ ജഹൂല, അവൻ അക്രമിയും അവൻ അവിവേകിയുമാണ്. അന്തണ്ടെങ്കിൽ അവൻ ഏറ്റെടുക്കൂലായിരുന്നു. എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇത് മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യന്റെ നിങ്ങൾ ആലോചിച്ചു, നമ്മൾ മലക്കുകളാണെങ്കിൽ എന്തൊരു സുഖ. മലക്കുകൾക്ക് എന്താ, അവർക്ക് ഒരു അള്ളാഹു പറഞ്ഞതല്ലാത്ത അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ പ്രത്യേകത അതാണ്. മലക്കളുടെ പ്രത്യേകത എന്താണ്? യഫ്അലൂന മാ യുഅ്മറൂൻ, എന്താണോ അത് ചെയ്യുക, വേറൊന്നും അറിയണ്ട. പക്ഷെ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. അവൻ അനുസരിക്കാനും പറ്റും, അനുസരണക്കേട് കാണിക്കാനും പറ്റും. എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് നോക്ക്. ഇതൊന്നും ഇല്ലാത്തൊരു സൃഷ്ടിയായിരുന്നു നമ്മളെങ്കിലും. അപ്പൊ ഈ സ്വാതന്ത്ര്യത്തിനൊരു ഭാരമുണ്ട്. ഈ ഭാരം നമ്മൾ ഏറ്റെടുത്ത ഭാരമാണ്. ബി കെയർഫുൾ എന്നാണ് അള്ളാഹ് പറയുന്നത്. നീ വെറും പൊട്ടനാകും, നീ വെറും അക്രമിയാകും. എന്ത്? ഈ സ്വാതന്ത്ര്യം ശരിയായ രൂപത്തിൽ നീ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ. നീ വാങ്ങിയതാണ് ഈ സ്വാതന്ത്ര്യം, ശരി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞതാണ് നീ, പക്ഷെ അള്ളാഹ് നിനക്ക് സ്വാതന്ത്ര്യം തന്നു. ഈ സ്വാതന്ത്ര്യം നീ തെറ്റായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കാൻ, തമ്മാടിത്തം ചെയ്യാൻ, കൊലപാതകം ചെയ്യാൻ, മറ്റുള്ളവരെ ആക്രമിക്കാനാണ് നിനക്ക് അള്ളാഹ് തന്ന സ്വാതന്ത്ര്യം നീ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ നീ പൊട്ടനാണ്, നീ അവിവേകിയാണ്, നീ അക്രമിയാണ്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ അമാനത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റെടുത്തതാണ്, അള്ളാഹു നമുക്ക് തന്നതാണ്. അത് നമ്മൾ ആ അമാനത്ത് നിർവഹിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ച പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അമാനത്തുകൾ നിർവഹിക്കുന്ന, യഥാവിധി നിർവഹിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.